ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോകുന്നുള്ളത് മുത്തപ്പൻ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാസർഗോഡാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇവളാണെങ്കിലോ നല്ല ഉറക്കമാണ്. കാരണം ഒരു 5 മണി ആ സമയമാകുമ്പോൾ അവൾ അറിഞ്ഞതായിരുന്നു, പിന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ ആൾ നല്ല ഉറക്കമായിരുന്നു. അച്ഛനായിരുന്നു നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഹസ്ബൻഡിന് വരാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ. ഇവക്കാണെങ്കിൽ ഇന്നലെ രാത്രി മുതലും പിന്നെ ഇന്ന് രാവിലെയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടണ്ട, ഇനി AC ഒക്കെ ഇട്ടിട്ട് നല്ലോണം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ തൊപ്പിയൊക്കെ വെച്ചത്. ഇത് കണ്ടിട്ട് തല കറങ്ങുന്നില്ലേ. പിന്നെ നമ്മൾ അവിടെ എത്തി, ആളറിഞ്ഞു. കാസർഗോഡ് പാറക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വരച്ചിട്ടുള്ളതാണ് ഈ ഒരു പെയിൻറ്റിങ്സൊക്കെ. കുറേ ദൈവത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. മുത്തപ്പനും തിരുവപ്പനും രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇവൾ അമ്മേൻ്റെ കയ്യിലായിരുന്നു. ഇവളിതാ ഭയങ്കര ബിസിയാണ്, അമ്മേൻ്റെ മാല പിടിച്ച് വലിക്കുകയാണ്. പിന്നെ ശിവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ക്യൂ നിന്നിട്ടായിരുന്നു ഉണ്ടായത്. വേഗം വന്നതുകൊണ്ട് വേഗം പ്രസാദം എടുക്കാൻ കിട്ടി, അല്ലെങ്കിൽ നല്ല ക്യൂ ആണ് ഇവിടെ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു, അല്ലെങ്കിൽ നല്ല ആളാണ്. ലാസ്റ്റ് ഇയറൊക്കെ നല്ല ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രസാദം എടുക്കാൻ വന്നു. തിരുവപ്പനെ തൊഴുതു. തിരുവപ്പൻ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. മുത്തപ്പനെയും തൊഴുതു. മുത്തപ്പനും കുഞ്ഞിനെ എടുത്തു. പക്ഷെ ആൾ നല്ല കരച്ചിലായിരുന്നു രണ്ടുപേരും എടുക്കുമ്പോഴും. എന്തോ പേടിച്ചതുപോലെ ആയിരുന്നു. പിന്നെ മുത്തപ്പൻ തന്നെ പറഞ്ഞു ഇവളുടെ കള്ള കരച്ചിലാണെന്ന്. അതെനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ജാനുവരിയിൽ തന്നെയായിരുന്നു ഇവിടെ ഉത്സവം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു 5 months അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം, ഇവിടത്തേക്ക് തന്നെ വരണം, കുഞ്ഞിനെ കയ്യിൽ തരണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഒരു 2 months മുമ്പ് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, കുട്ടികൾ പാട്ടൊക്കെ പാടും. പാട്ട് മാത്രമല്ല, ഡാൻസും കളിക്കാറുണ്ട്. മുത്തപ്പൻ്റെ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ. ഒരിക്കലും കൈവിടില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇവിടെ അത് കാണണമെന്ന്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല.
ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഈ ഒരു ചിത്രം കണ്ടോ, ഇത് വരച്ചത് എൻ്റെ അമ്മാവൻ്റെ മോനാണ്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചരുമുരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട് ഞാൻ എവിടെ നിന്നും വിടാറില്ല അങ്ങനെ. പിന്നെ സ്വീറ്റ് കോണും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും അതൊന്നും ഇഷ്ടപ്പെടാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കസിനും ഉണ്ടായിരുന്നു, ചേച്ചി. അപ്പോൾ അവരെയും ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.